കലിയടങ്ങാതെ കാട്ടുകൊമ്പന്മാർ. വണ്ടിപ്പെരിയാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വീട് തകർത്തു. വണ്ടിപ്പെരിയാർ തങ്കമല 6 നമ്പർ പുതുവലിൽ താമസക്കാരനായ ഉദയകുമാറിന്റെ വീടാണ് കാട്ടാന തകർത്തത്. പെരിയാർ കടുവ സങ്കേതത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണം ജനവാസ മേഖലയായ വണ്ടിപ്പെരിയാർ, വള്ളക്കടവ്, തങ്കമല, മാട്ടുപ്പെട്ടി, ഗ്രാമ്പി തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്ഥിരമായി പൊതുജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കൃഷിയിടവും കൃഷിക്കാവശ്യമായ വസ്തുക്കളും കാട്ടാനയും കാട്ടുമൃഗങ്ങളും നശിപ്പിക്കുന്നത് അധികാരികളുടെ പക്കൽ എത്തിച്ചിട്ടും യാതൊരു നടപടിയുമില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വണ്ടിപ്പെരിയാർ, വള്ളക്കടവ്, തങ്കമല 6 നമ്പർ പുതുവലിൽ താമസിക്കുന്ന ഉദയകുമാർ, സരോജ ദമ്പതികളുടെ കൃഷിയിടത്തിലേക്ക് എത്തുകയും ഇവിടെ ഇവർ താമസിച്ചുകൊണ്ടിരുന്ന വീട് അടിച്ചു തകർക്കുകയും ചെയ്തു. ഇവിടെ ആൾതാമസം ഇല്ലാതിരുന്നതിനാൽ വീട്ടുകാർ രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് രാവിലെ ജോലിക്കെത്തിയ ആളുകളാണ് ഇവർ താമസിച്ചിരുന്ന സ്ഥലം നിലംപൊത്തിയ അവസ്ഥയിൽ കാണുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ കാട്ടാനയുടെ കാൽപ്പാടും പിണ്ടവും കാണുകയായിരുന്നു. തുടർന്ന് കുമളി ഫോറസ്റ്റ് റേഞ്ചിൽ വിവരം അറിയിച്ചത് അനുസരിച്ച് ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വന്യമൃഗങ്ങളുടെ ആക്രമണം കാരണം ഇവിടെ നിന്നും താമസം മാറിയതാണെന്നും തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും ഉദയകുമാർ പറഞ്ഞു. 20 வருஷமாயிட்டு நாங்கள் இங்கே தான் இருக்கோம். ஆனைச்சல்லியும் பெரிய சல்லியமாக இருக்குது. நாங்கள் ஜீவிக்கிறதுக்கு முடியல. எங்களுக்கு ஏதாச்சும் பென்சிங் ஏதாச்சும் அடித்து தரணும். வீடு மொத்தம் ஆனை வந்து எல்லாம் மிதிச்சு மொத்தம் தகர்த்து, വീട് മൊത്തം എല്ലാം തകർത്ത് ഏലം ഇതൊക്കെ എല്ലാം നശിപ്പിച്ചാണ്. നാനും പെണ്ണുമ്പിള്ളിയും കൊണ്ട് ഒരു പേരക്കുട്ടിയും ഞങ്ങളുടെ കൂടെ ആയിരുന്നത്. അവർ പിള്ളേർ അവിടെ ലൈൻസിലിരിക്കുക, എസ്റ്റേറ്റ് ലൈൻസിൽ. ഞങ്ങൾ 3 പേർ ഇവിടെ ഇറക്കുന്നത്. ഇതേസമയം 2 ദിവസം മുൻപ് വീടിന്റെ മുറ്റത്ത് വരെ കാട്ടാന എത്തുകയും രാത്രിയിൽ ഉറക്കമൊഴിച്ച് പടക്കം പൊട്ടിച്ചാണ് ഇവയെ തുരത്തുന്നത് എന്നും വന്യമൃഗങ്ങളുടെ ആക്രമണം കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും പ്രദേശവാസിയായ സുമ സുശീലൻ പറഞ്ഞു. കഴിഞ്ഞ ശേഷം എപ്പോഴും മൃഗങ്ങളുടെ ശല്യം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഇടയ്ക്ക് കരടി വരികയും കടുവ വരികയും ഇതെല്ലാം പറമ്പിൽ ഭയങ്കര ശല്യമാണ്. ഈ ഇടയ്ക്ക് ആന കയറി ഇറങ്ങുവാന്ന് വേണം പറയാൻ. ഏലമെല്ലാം ഞങ്ങളുടെ ഉപജീവന മാർഗമാണ്. അത് തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥയാണ് ഇപ്പം. ആ ഒരു അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വെള്ളം പിടിച്ചു വയ്ക്കുന്ന ഡ്രം ആനയൊക്കെ വന്ന് ചവിട്ടിപ്പൊട്ടിക്കുക. ഈ ഇടയ്ക്ക് ഈ കഴിഞ്ഞ മാസം നടന്ന സംഭവമാണ്. ചവിട്ടിപ്പൊട്ടിക്കുക. ഞങ്ങൾ പടക്കം പൊട്ടിച്ചും പിന്നെ തീയിട്ടും ഒക്കെ പറമ്പിൽ കാവിലിരുന്നിട്ട് ഒരു രക്ഷയില്ല. അതേതേലും വഴി ഇങ്ങനെ മിനിഞ്ഞാന്ന് വന്ന് ഇങ്ങനെ പറമ്പിൽ കയറി നശിപ്പിച്ച് അപ്പം അടുത്ത പറമ്പിലെ ഷെഡ് തല്ലി തകർത്ത് അതിൻ്റെ അപ്പുറത്ത് ഒരു വീടുണ്ടായിരുന്നു. ആ വീട് 2 റൂമുള്ളൊരു വീട്, അത് മൊത്തം നിരപ്പാക്കി. വള്ളക്കടവ് മുതൽ തങ്കമല, മാട്ടുപ്പെട്ടി തുടങ്ങിയ പ്രദേശത്തേക്ക് സോളാർ ഹാങ്ങിംഗ് ഫെൻസിംഗ് എത്രയും വേഗം സ്ഥാപിച്ച് ജനവാസ മേഖലയിലേക്ക് വന്യമൃഗം കടക്കാതിരിക്കാനുള്ള നടപടി ഫോറസ്റ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.